ഈ കാണുന്ന പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ചെറിയൊരു കമ്പ് കിട്ടിയപ്പോൾ വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ലീഫിൻ്റെ കളർ ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഗ്രീൻ അല്ല, റെഡ് അല്ല, ഗ്രേ, അതിലൊരു പർപ്പിൾ ചേർന്ന കളറാണ്. എന്തായാലും സാധനം ആൾക്ക് ഇല്ലാടിയാണ്, നിസ്സാരക്കാരനല്ല ഇവൻ. ഒരു സെക്കൻഡ് കൊണ്ട് ശരിയാക്കി കളയും. എന്ത്? നമുക്കുണ്ടാക്കുന്ന മുറിവുകളെ ഇതിൻ്റെ ഒരു ഇല പറിച്ചെടുത്തിട്ട് നമുക്ക് മുറിവിൽ എവിടെ വേണമെങ്കിലും തേക്കാം. ടക്കേന്ന് മുറിവ് കരിയും. ഇനി വേറെ എന്തോ പേര് കൂടെ ഉണ്ട്, പക്ഷെ മുറികൂടി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഇതൊരെണ്ണം സംഘടിപ്പിച്ച് വീട്ടിൽ വെച്ചോളൂ, നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഇതിൻ്റെ നീരിൻ്റെ നിറം കണ്ടോ? എന്ത് ഭംഗിയാണെന്നോ കാണാൻ, മുന്തിരി ജ്യൂസ് പോലെ ഇരിക്കും. ചെറിയ മുറിവാണെങ്കിലും വലിയ മുറിവാണെങ്കിലും ഇത് വെച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ മുറിവ് എവിടെയായിരുന്നെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അത്ര പെട്ടെന്ന് മുറിവ് യോജിക്കും. മറ്റുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ കൂടെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണല്ലേ. അതേപോലെ തന്നെയാണ് കറ്റാർവാഴയും ചുവന്ന ചെമ്പരത്തിയും എല്ലാം. ചുവന്ന ചെമ്പരത്തി ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ച് തലമുടി പൊഴിയത്തില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീപ്പൊള്ളലിന് ഏറ്റവും നല്ലത് കറ്റാർവാഴയാണല്ലോ. പെട്ടെന്ന് കറ്റാർവാഴ തേച്ചാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ പൈപ്പിൽ അടുത്തൊരു മൈനെ കൂടെ കൂടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കൂടുണ്ടാക്കി പക്ഷികളെ വളർത്തുന്നതിലും നല്ലത് ഇത് തന്നെയാണ്. വരുമ്പോൾ കുറച്ച് ഭക്ഷണം കൊടുത്താൽ ആ ഏരിയയിൽ തന്നെ അവർ കൂട് വെച്ച് താമസം തുടങ്ങും. പണ്ടത്തെ പോലെ വെയിലിനെ പ്രതിരോധിക്കാൻ എൻ്റെ ചെടികൾക്കൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല. അധികം വെയിലില്ല, എന്നിട്ട് പോലും എൻ്റെ വെരിഗേറ്റഡ് യുജീനിയ ഉണങ്ങി തുടങ്ങി. അതാ എൻ്റെ ഈ യുജീനിയയിൽ ഒരാൾ കൂട് കെട്ടി താമസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞൻ എട്ടുകാലി. എന്തൊക്കെ ചെയ്തിട്ടും കായ്ക്കാതിരുന്നൊരു മാവുണ്ട് ഇവിടെ. എല്ലാ വളമിട്ട് നോക്കിയിട്ട് ഇതിൽ കായ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തോ ഇപ്പം ഇതിന് കായ്ക്കണം തോന്നിയെന്ന് തോന്നുന്നു. പൂ വന്നോ, കായ് വന്നോ, അടുത്ത പൂക്കളും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ മറക്കും. മോശപ്പെട്ടത് മറന്നില്ലെങ്കിലും എന്തായാലും നല്ലതൊക്കെ മറക്കും. വീട്ടിനുള്ളിലെ ജോലിയെല്ലാം തീർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനസ്സമാധാനം. കണ്ണിനും എന്തോ വല്ലാത്തൊരു സുഖം. എൻ്റെ മാത്രം തോന്നലാണോ ആവോ.